بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد، بيان الطريق في تحقيق ذكر الموت. മരണസ്മരണയെ യാഥാർത്ഥ്യമാക്കുന്നതിലുള്ള വഴിയെക്കുറിച്ചുള്ള ബയാൻ. മരണം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. മരണത്തിനെ ചിലരെല്ലാം ഓർക്കുകയും ചെയ്യും, നമ്മളല്ല. എന്നാൽ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലുള്ള ഓർമ്മ വരുമ്പോഴാണ് അത് പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥ രൂപത്തിൽ മരണത്തിനെ ഓർക്കുന്നത് കൊണ്ടുള്ള ഓർക്കേണ്ടത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള ബയാൻ. യഅലം അന്നൽ മൗത ഹായിലുൻ, മരണം ഭയാനകമാണ്. വഖതറുഹു അദീമുൻ, അതിൻ്റെ അപകടം വലുതാണ്. വഗഫലത്തുന്നാസി അൻഹു, ജനങ്ങൾ അതിനെ തൊട്ട് അശ്രദ്ധയായിരിക്കുന്നത് ലിഖില്ലത്തി ഫിക്രിഹിം ഫീഹി, ആ വിഷയത്തിൽ അവരുടെ ചിന്ത കുറഞ്ഞു പോയതിൻ്റെ പേരിലാണ്. വദിക്രിഹിം ലഹു, അവരതിനെക്കുറിച്ച് ഓർമ്മ കുറഞ്ഞതിൻ്റെ പേരിലുമാണ്. വമൻ യദ്കുറുഹു, അഥവാ ആരെങ്കിലും അതിനെ ഓർക്കുന്നുണ്ടെങ്കിൽ തന്നെ ലൈസ യദ്കുറുഹു, അതിനെ അയാൾ ഓർക്കുന്നില്ല ബി ഖൽബിൻ ഫാരിഖിൻ, ഒഴിഞ്ഞ ഹൃദയത്തോടു കൂടി ഓർക്കുന്നില്ല. ബൽ മറിച്ച് ബി ഖൽബിൻ മശ്ഗൂലിൻ ബി ശഹ്വത്തി ദുനിയ, ഭൗതികമായ ഇച്ഛയുമായി ജോലിയാക്കപ്പെട്ട കൽബ് കൊണ്ടാണ് ഓർക്കുന്നത്, ഒഴിഞ്ഞ ഹൃദയം കൊണ്ട് ഓർക്കുന്നില്ല. മരണത്തിനെ കുറിച്ചൊരു അടിസ്ഥാനപരമായ ഓർമ്മ, ഗൗരവത്തിലുള്ള ഓർമ്മ ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഫലാ യൻജഉ ദിക്റുൽ മൗതി, മരണത്തിന്റെ സ്മരണ രുചികരമാകത്തില്ല ഫി ഖൽബിഹി, അവന്റെ കൽബില്. അപ്പൊ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പൊ ഫതരീഖു ഫീ, ഇതിലുള്ള വഴി അൻ യുഫ്രിഗൽ അബ്ദു ഖൽബഹു, അടിമ തന്റെ കൽബിനെ ഒഴിവാക്കലാണ്. അൻകുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെ തൊട്ടും കൽബിനെ ഒഴിവാക്കുക. ഇല്ലാ അൻ ദിക്റിൽ മൗതി, മരണത്തിന്റെ ചിന്തയെ തൊട്ടല്ലാതെ ബാക്കിയുള്ള മുഴുവൻ ചിന്തകളെയും കളയുക. അല്ലദീ ഹുവ ബൈന യദൈഹി, മരണം അവന്റെ മുമ്പിലാണ്, അവന്റെ മുമ്പിലുള്ള മരണം. ആ മരണത്തിന്റെ ചിന്തയെ തൊട്ടല്ലാതെ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളെ തൊട്ടും ഹൃദയത്തിനെ ഒഴിവാക്കുക. ഏതുപോലെ കല്ലദീ യുരീദു അൻ യുസാഫിറ ഇലാ മഫാസത്തിൻ മുഖത്തറത്തിൻ, തികച്ചും അപകടകരമായ ഒരു മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ പോലെ, എർക്കബുൽ ബഹർ, അല്ലെങ്കിൽ സമുദ്രത്തിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ പോലെ. പിന്നെ അയാളിൽ തഫക്കറു, അയാൾ ചിന്തിക്കുകയില്ല. ഇല്ല ഫി, ആ വിഷയത്തിൽ മാത്രമേ അയാൾ ചിന്തിക്കുള്ളൂ. അങ്ങനെ ഫൈദ ബാശറ ദിക്റുൽ മൗത്തി കൽബഹു, മരണത്തിന്റെ ഓർമ്മ അയാളുടെ കൽബുമായി ബന്ധപ്പെട്ടാൽ ഫയൂശിക്കു അൻ യുഅസ്സിറ ഫീ, കൽബിൽ അത് അസർ ചെയ്യാൻ അടുത്തിരിക്കുന്നു, അസർ ചെയ്യാൻ എളുപ്പമായിരിക്കുന്നു, സമയമായിരിക്കുന്നു. അങ്ങനെ ചെയ്താൽ അയാളുടെ കൽബിൽ അത് എത്രയും പെട്ടെന്ന് അത് അസർ ചെയ്യും. വഇൻദദാലിക, ആ അവസരത്തിൽ യഖില്ലു ഫർഹുഹു വസുറൂറുഹു ബിദ്ദുനിയ, ദുന്യാവുമായുള്ള അയാളുടെ ആഹ്ലാദവും സന്തോഷവുമെല്ലാം കുറഞ്ഞു പോകും. വയൻകസിറു കൽബു, അയാളുടെ കൽബ് മുറിഞ്ഞു പോവുകയും ചെയ്യും. അതാണ് വേണ്ടത്. വഅൻജഹു തരീഖിൻ ഫീഹി, ഈ വിഷയത്തിലുള്ള ഏറ്റവും ആസ്വാദ്യകരമായ വഴി, ഏറ്റവും എളുപ്പമുള്ള വഴി എന്നർത്ഥം. എന്താണ്? അൻ യുക്സിറ, അവൻ വർദ്ധിപ്പിക്കലാണ്. ദിക്ര അഷ്കാലിഹി, അവനെ പോലുള്ള ആൾക്കാർ, അഖ്റാനിഹി, അവന്റെ സമകാലികർ, അവരെ കുറിച്ചുള്ള സ്മരണയെ വർദ്ധിപ്പിക്കലാണ്. അല്ലദീന മളവു ഖബല, മുമ്പേ മരിച്ചുപോയവർ, മുമ്പേ കടന്നുപോയി, ആ കടന്നുപോയ ആൾക്കാർ, തന്നെ പോലുള്ള ആൾക്കാർ, തൻ്റെ സമകാലികർ, അവരെ കുറിച്ച് ഓർക്കലാണ്. അങ്ങനെ അപ്പോൾ ഫയതദക്കറു മൗത്തുഹും, അവരുടെ മരണത്തിനെ ഇവൻ ഓർക്കണം. വമസാരിഅഹും തഹ്ത തുറാബി, മണ്ണിന്റെ കീഴെ അവരുടെ മസ്റഅകളെയും അവൻ ഓർക്കണം, അവർ ചെന്ന് പതിച്ച ഇടം. വയതദക്കറു, അവൻ ഓർക്കണം സൂറഹും, അവരുടെ രൂപങ്ങളെ, നേരത്തെ എത്ര നല്ല രൂപത്തിലായിരുന്നു അവർ. ഫി മനാസിബിഹിം, അവരുടെ പദവികളിൽ.
വാഹ്വാലിയും അവരുടെ അവസ്ഥകളിൽ അവർ മരിക്കുന്നതിന് മുമ്പ് എത്രയോ വലിയ വലിയ പുള്ളികളായി ജീവിച്ചവരാണ്. അവൻ ചിന്തിക്കണം കൈഫ മഹത്തുറാബു, എങ്ങനെയാണ് മണ്ണ് മായ്ച്ചു കളഞ്ഞതെന്ന്. അല്ലാനിപ്പോ ഹുസ്ന സുവരിയും, അവരുടെ ആ നല്ല രൂപങ്ങളെയൊക്കെ ഇപ്പം മണ്ണ് ഭൂമി എങ്ങനെയാണ് മായ്ച്ചു കളഞ്ഞതെന്ന് ചിന്തിക്കണം. കൈഫ തബദ്ദത്ത് അജ്സാഉഹു, അവരുടെ ശരീരത്തിന്റെ അവയവത്തിന്റെ ജുസുക്കൾ, അംശങ്ങൾ അതെങ്ങനെയാണ് പിന്നെ തകർന്നു, അതെങ്ങനെയാണ് ഛിന്ന ഭിന്നമായി പോയത് എന്നും അവൻ ചിന്തിക്കണം. എങ്ങനെയാണ് അവരുടെ പിന്നെ ജുസുക്കളെല്ലാം കുബൂരും അവരുടെ ഖബറുകളിൽ ഛിന്ന ഭിന്നമായത്, കലർന്നു പോയത് മണ്ണിനോട്. വകൈഫ, എങ്ങനെയാണ് അർമലു നിസാഹും, അവരുടെ ഭാര്യമാരെ അവർ വിധവകളാക്കിയത്. വായിത്തമോ ഔലാദും, അവരുടെ കുഞ്ഞുങ്ങളെ അവർ യത്തീമുകളാക്കിയത്. വല്ലയ്യാഹു അംബാലുഹും, അവരുടെ സ്വത്തുക്കളെ അവർ പാഴാക്കിയത്. ഇതിനെക്കുറിച്ചൊക്കെ അവൻ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഇതിനെക്കുറിച്ചെല്ലാം അവരുടെ കുഞ്ഞുങ്ങളെ അവർ യത്തീമുകളാക്കിയത് എങ്ങനെയാണ്. വല്ലയ്യാഹു അംബാലും, അവരുടെ സ്വത്തുക്കളെ അവർ പാഴാക്കിയത് എങ്ങനെയാണ്. വഖലത്തു മിൻഹും മസാജിദുഹും, അവർ സാധാരണ പോയിക്കൊണ്ടിരുന്ന അവരുടെ പള്ളികൾ അവരിൽ നിന്നും ഒഴിവായി, ഖാലിയായി. മജാലിസും, അവരുടെ മജ്ലിസുകളും, അവർ സാധാരണ പങ്കെടുത്തിരുന്ന അവരുടെ സദസ്സുകളും അവരെ തൊട്ട് ഒഴിവായി. ഇതെല്ലാം എങ്ങനെയാണ്? അവർ എത്ര വലിയ പുള്ളികളായിരുന്നു. ആസാറുഹും, അവരുടെ അടയാളങ്ങളെല്ലാം മുറിഞ്ഞുപോയി. ഇതിനെക്കുറിച്ച് അവൻ ചിന്തിക്കണം. അങ്ങനെ റജുലൻ, അപ്പൊ ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ ഫസലഫി ഖൽബിഹി ഹാലുഹു, അയാളുടെ കൽബിൽ ആ മറ്റേയാളുടെ അവസ്ഥ വിട്ടുപിരിഞ്ഞ് വന്നാൽ, കൈഫിയത്തു മൗത്തി, അയാളുടെ മരണത്തിന്റെ അവസ്ഥയും അയാളുടെ മനസ്സിൽ പിരിഞ്ഞു വന്നാൽ, സൂറത്തഹു, അയാളുടെ ആ മരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഇയാൾ ഊഹിക്കുകയും ചെയ്താൽ, തദക്കറ നശാതഹു, അയാളുടെ രൂപത്തിന്, അയാളുടെ പഴയ രൂപത്തിന് അയാൾ ഊഹിക്കുകയും ചെയ്തു. ഇപ്പൊ എത്ര നല്ല രൂപമായിരുന്നു, ഇപ്പൊ എങ്ങനെയായി എന്ന്. തദക്കറ, അയാള് ഓർത്തു, നശാതഹു, ആ മനുഷ്യന്റെ ഉന്മേഷത്തെ. തറദ്ദുദഹു, ആ മനുഷ്യന്റെ പുളകം കൊള്ളലിനെ. അവനിങ്ങനെ നല്ല ഉഷാറായിട്ട് ചാടി നടക്കുന്നവനായിരുന്നു. തഅമ്മുലഹു ലിൽ ഐശി, അയാളുടെ ആഗ്രഹം, ജീവിക്കാനുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ടായിരുന്നു. വൽ ബക്കായി, ശേഷിക്കാനുള്ള ആഗ്രഹവും എത്ര ഉണ്ടായിരുന്നു. വനിസിയാനു, അയാളുടെ മറവി ലിൽ മൗത്തി, മരണത്തിനെ കുറിച്ചുള്ള അയാളുടെ മറവി. ഇതിനെക്കുറിച്ചൊക്കെ ഇവൻ ചിന്തിക്കുമ്പോ വൻഹിദാഹു, അയാള് വഞ്ചിതനായതിനെ കുറിച്ചും, ബിമുവാത്താത്തിൽ അസ്ബാബി, സബബുകൾ യോജിച്ചു വരുന്നത് കാരണമായി, ഭൗതിക ലോകത്തിലെ ജീവിത സന്ധാരണത്തിന്റെ സബബുകൾ അത് നല്ല ഇവനോട് യോജിച്ചു വരുന്നു. അപ്പോൾ അവനെല്ലാം മറന്നു. അതിനെക്കുറിച്ചും ചിന്തിക്കുക. റുക്കൂനഹു ഇലൽ ഖുവ്വത്തി, അയാളുടെ ആശ്രയിക്കലും ഖുവ്വത്തിലേക്കും ശബാബി, യുവത്വത്തിലേക്കും. ഇപ്പൊ നല്ല ശക്തിയുണ്ട്, യുവാവാണ്, അത് നിലനിൽക്കുമെന്ന് അയാൾ വിചാരിച്ചു പോയി. അതിലേക്കുള്ള അയാളുടെ ആസ്പദത്തെ, അയാള് അതിലേക്ക് ആസ്പദിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഇപ്പോ റുക്കൂനഹു ഇലൽ ഖുവ്വത്തി വശബാബി വമൈലഹു, അയാളുടെ ചായ്വിനെയും ഇലൽ ലഹ്കി വല്ലഹ്വി, ചിരിയിലേക്കും തമാശ കളിയിലേക്കുമുള്ള അയാളുടെ ചായ്വിനെയും, വഗഫ്ലതഹു, അയാളുടെ അശ്രദ്ധയെയും, അമ്മാ ബൈന യദൈഹി, അയാളുടെ മുമ്പിലുള്ള മിനൽ മൗത്തി ദരീഇ, കൂട്ട മരണത്തിനാൽ, കടുത്ത മരണത്തിനാൽ, പൊടുന്നനെയുള്ള മരണത്തിനാൽ എന്നും പറയാം. അയാളുടെ മുമ്പിലുള്ള ആ അവസ്ഥയെക്കുറിച്ചുള്ള അയാളുടെ അശ്രദ്ധ, ഹലാക്കി സരീഅ, വേഗന്ന് വരുന്ന നാശം, അതിനെക്കുറിച്ചുള്ള അശ്രദ്ധ. ഇതിനെക്കുറിച്ചൊക്കെ ഇവൻ ചിന്തിച്ചാൽ, അവൻ കൈഫക്കാന യതർദദു, അവൻ എങ്ങനെ പുളകിതനായി നടന്നവനാണ്. ഇപ്പോ കത് തഹദ്ദമത്തി രിജ്ലാഹു, അവന്റെ രണ്ട് കാലുകൾ തകർന്നിരിക്കുന്നു. മഫാസിലുഹു, അവന്റെ ജോയിന്റുകളെല്ലാം തകർന്നു പോയിരിക്കുന്നു. അവൻ കൈഫക്കാന എന്തിക്കോ, അവൻ എങ്ങനെ സംസാരിക്കുന്നവനായിരുന്നു. വക്കത് അക്കല ദൂദ് ലിസാനോ, ഇപ്പൊ അവൻ പുഴു അവന്റെ നാവിനെ തിന്നിരിക്കുന്നു, പുഴു. കൈഫക്കാന യദ്ഹക്, അവൻ എങ്ങനെ ചിരിക്കുന്നവനായിരുന്നു. വക്കത് അക്കല തുറാബു അസ്നാനഹു, അവന്റെ പല്ലുകളെ മണ്ണുകൾ തിന്നിരിക്കുന്നു. കൈഫക്കാന യുദബ്ബിറു ലി നഫ്സിഹി, അവൻ തന്റെ നഫ്സിനു വേണ്ടി
എങ്ങനെയാണ് പ്ലാനിങ് നടത്തിയിരുന്നത്? മാലായ ഹത്താജു, അവർക്ക് നിർബന്ധമില്ലാത്ത കാര്യത്തെ, അവൻ ആവശ്യമില്ലാത്ത കാര്യത്തെ ഇല അശ്രി സിനീന 10 വർഷം വരെയുള്ള പ്രോഗ്രാമാണ് അയാൾ മനസ്സിൽ കണ്ടിരുന്നത്. എപ്പോഴാ മനസ്സിൽ കണ്ടത്? ഫി വഖ്തിൻ ലം യകുൻ ബൈനഹു വ ബൈനൽ മൗത്തി ഇല്ലാ ശഹറുൻ, അവന്റെയും മരണത്തിന്റെ ഇടയിൽ 1 മാസം പോലും ബാക്കിയില്ല. അങ്ങനെയുള്ള സമയത്താണ് 10 വർഷം വരെയുള്ള പ്രോഗ്രാം അവന്റെ മനസ്സിൽ കണ്ടത്. വഹുവൻ ഗാഫിലുൻ അമ്മാ യുറാദു ബിഹി, അവനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതിനെ തൊട്ട് അവൻ അശ്രദ്ധനാണ്. അവനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യലാണ്. അതിനെ തൊട്ട് അവൻ അശ്രദ്ധനാണ്. ഹത്താ അങ്ങനെ ജാഅഹുൽ മൗതു, അവന് മരണം വന്നു. ഫീ വഖ്തിൻ ലം യഹ്തസിബുഹു, അവൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്. ഫൻകശഫ ലഹു, അവന് വെളിവായി സൂറത്തുൽ മലക്കുൽ മൗത്തിന്റെ രൂപം അവന് വെളിവായി. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. വഖറഅ സമഅഹു, അവന്റെ കേൾവിയെ മുട്ടി വിളിച്ചു. അന്നിദാഉ ഇമ്മാ ബിൽ ജന്നത്തി ഔ ബിന്നാർ, സ്വർഗം കൊണ്ടോ നരകം കൊണ്ടോ ഉള്ള വിളി, ആ വിളിയാളം അവന്റെ ചെവിയിൽ വന്നരച്ചു. ഫൈന്ദാലിക്ക്, അപ്പൊ അവൻ യൻദുറു ഫീ, ഇങ്ങനെയൊക്കെ അവൻ തന്റെ കാലത്തുള്ള ഓരോ വ്യക്തിയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, ഫൈന്ദാലിക്ക് അങ്ങനെ ചിന്തിക്കുന്ന അവസരത്തിൽ യൻദുറു ഫീ നഫ്സിഹി, അവന്റെ മനസ്സിൽ അവൻ ചിന്തിക്കും, അന്നഹു മിസ്ലുഹും, ഇവൻ നിശ്ചയമായി ഇവൻ മിസ്ലുഹും അവരെ പോലെ തന്നെയാണ്. വഗഫലത്തോ, ഇവന്റെ അശ്രദ്ധ കഗഫലത്തിഹിം, ആ കഴിഞ്ഞു പോയവരുടെ അശ്രദ്ധ പോലെ തന്നെയാണ്. വസതകൂനു ആക്കിബത്തു, ഇവന്റെ ആക്കിബത്ത് പിന്നീടാകും ആക്കിബത്തിയും, അവരുടെ ആക്കിബത്ത് പോലെ തന്നെയാകും എന്ന് ഇയാൾക്ക് ബോധ്യമാകും. ഈ രൂപത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖാല അബൂദർദാ റളിയല്ലാഹു അൻഹു, അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ദക്കർതൽ മൗത, മരിച്ചവരെ കുറിച്ച് നീ ചിന്തിച്ചാൽ, ഫഉദ്ദ നഫ്സക, നിന്റെ നഫ്സിനെ നീ എണ്ണ്, കഅഹദിം, അവരിൽ ഒരാളെ പോലെ നീ എണ്ണ്. ഫഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അസ്സഈദു മൻ വുഇദ ബിഗൈരിഹി, വിജയി ഒരുവനാണ്, വുഇദ, അവൻ ഉപദേശം സിദ്ധിക്കപ്പെട്ടു, ബിഗൈരി, മറ്റൊരാളെ കൊണ്ട്, മറ്റൊരാളുടെ അനുഭവത്തിലൂടെ ഉപദേശം സിദ്ധിക്കുന്നവനാണ് ബുദ്ധിമാൻ, വിജയ് അവനാണ്. ഫഖാല ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, അലാ തറൗന, നിങ്ങൾ കാണുന്നില്ലേ, അന്നക്കും തജ്ഹസൂന, നിങ്ങൾ പരിപാലിക്കുന്നു, മയ്യിത്ത് പരിപാലനം നടത്തുന്നു, കുല്ല യൗമിൻ, ഓരോ ദിവസവും, ഗാദിയൻ ഔ റായിഹൻ ഇലല്ലാഹി അസ്സ വജല്ല, യജമാനായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് രാവിലെയോ വൈകുന്നേരമോ പോയ ആ മയ്യിത്തുണ്ടല്ലോ, ആ മയ്യത്തിന്റെ പരിപാലനം നിങ്ങൾ നടത്തുന്നു. തളഊനോ, നിങ്ങൾ അതിനെ വെക്കുന്നു, ഫിസിദിഅമിനല്ലാതെ, ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഇടുന്നു. തവസ്സദ തുറാബ, ആ മയ്യത്ത് മണ്ണിനെ തലേണയാക്കി സ്വീകരിച്ചു. വഖല്ലഫൽ അഹ്ബാബ, കൂട്ടുകാരെല്ലാം അയാള് പിന്നിലേക്ക് ഒഴിവാക്കി. വഖത്തഅൽ അസ്ബാബ, ഭൗതികമായ ആ കാരണങ്ങളെ അതിനെല്ലാം അയാൾ മുറിച്ചു കളഞ്ഞു. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറഞ്ഞതാണ്. മുലാസമത്തു ഹാദിഹിൽ അഫ്കാരി, ഈ ചിന്തകളെ നിർബന്ധമാക്കുക, അംസാരി, ഇവകളെ പോലുള്ളതിന്, മഹ ദുഖൂലിൽ മക്കാബിർ, ഖബറുകളിൽ പ്രവേശിക്കുന്നതോടുകൂടെ, ഖബർ സിയാറത്തിനും പോകണം, ഈ ചിന്തകളൊക്കെ ഉണ്ടാകണം മനസ്സിൽ. ആ ഖബറിന്റെ ചിന്തകൾ, ഖബറിന്റെ ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണം. മുശാഹദത്തിൽ മർള, രോഗിയെ സന്ദർശിക്കുന്നതോടുകൂടെ രോഗസന്ദർശനം നടത്തണം. ഇതെല്ലാം ചെയ്താൽ അത് അല്ലദീ യുജദ്ദിദു ദിക്റൽ മൗതി, മരണത്തിന്റെ സ്മരണയെ അവന് പുതുക്കി കൊടുക്കും. ഫീൽ ഖൽബി, ഖൽബിൽ. ഹത്താ, അങ്ങനെ യഗ്ലിബ അലൈഹി, ആ ചിന്ത അവന്റെ മേൽ ഗാലിബാകും. ബിഹൈസ്, ഏത് നിലയിൽ? ഈ നിലയിൽ, യസീറു നസ്ബ ഐനിഹി, അവന്റെ 2 കണ്ണിന്റെ മുമ്പിലായിട്ട് മാറും ആ മരണം, ആ രൂപത്തിൽ. ഫൈൻദാലിക, അങ്ങനെ ഉണ്ടാകും. ആ അവസരത്തിൽ യൂഷിക്കു അയ്യുസ്നിദ ലഹു, ആ മരണത്തിലേക്ക് അവൻ ആസ്പദിക്കാൻ വളരെ അടുത്തിരിക്കുന്നു. വയതജാഫ അൻ ദാരിൽ ഖുറൂരി, വഞ്ചനയുടെ ഭവനത്തിനെ തൊട്ട് അകലാനും അവൻ അടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. വയില്ല, അങ്ങനെ അല്ലെങ്കിൽ ഫദ്ദിക്റു ബി ലാഹിറുൽ ഖൽബി, ലാഹിറുൽ ഖൽബ് കൊണ്ടുള്ള വെറും ചിന്ത, അദ്ബത്തിൽ ലിസാനി, രുചികരമായ നാവുണ്ടല്ലോ, സാഹിത്യ സമ്പൂർണമായ നാവ്, അതുകൊണ്ടുള്ള ചിന്ത, ഖലീലുൽ ജദ്വ, പ്രയോജനം കുറഞ്ഞതാണ്. തഹദീരി, ഈ വിഷയത്തിൽ ഭയപ്പെടുത്തുന്നതിലും തൻബീഹ്, ഉണർത്തുന്നതിലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ മരിച്ച വീട്ടിൽ പോയിരുന്നിട്ടും രാഷ്ട്രീയ കാര്യങ്ങളും നാടിന്റെ കാര്യങ്ങളെല്ലാമാണ് ചർച്ച ചെയ്യുന്നത്. മരിച്ച ആളെ കുറിച്ചോ തന്റെ അവസ്ഥ ഇങ്ങനെ ആകുന്നതിനെ കുറിച്ചോ ചർച്ച ചെയ്യാറില്ല. അപ്പൊ മഹമാ താബ കൽബുഹു, അവന്റെ ഹൃദയം ബിശൈഇൻ മിനദ് ദുനിയ,
ദുന്യാവിൽ നിന്നുള്ള ഏതെങ്കിലും വസ്തു കൊണ്ട് ഒരുത്തന്റെ ഹൃദയം നന്നായാൽ, അഥവാ ദുന്യാവിന്റെ ഏതെങ്കിലും ഒരു കാര്യവുമായി അവന്റെ ഹൃദയത്തിന് തീബ് വന്നു, ഹൃദയത്തിലൊരു അതിന് അലങ്കാരമായി തേടി, രുചികരമായി തേടി എങ്കിൽ ഉടൻ തന്നെ എംബഗി അൻ യതദക്കറ ഫിൽ ഹാൽ, അപ്പൊ തന്നെ അവൻ ചിന്തിക്കൽ ആവശ്യമാണ്. എന്ത് ചിന്തിക്കണം? അന്നഹു ലാ ബുദ്ദ, ഇവൻ അത്യാവശ്യമാണ് മിൻ മുഫാറക്കത്തിഹി, ഇതിൽ നിന്നും വിട്ടുപിരിയൽ അവന് അത്യാവശ്യമാണ്, അഥവാ വിട്ടുപിരിഞ്ഞേ പറ്റൂ എന്ന് അവൻ ചിന്തിക്കണം. നളറ ഇബ്നു മുത്തിഉൻ, അബ്ദുല്ലാഹി ഇബ്നു മുത്തിഉ റഹിമഹുല്ല, മഹാനായ ഒരു താബിഇയാണ്. അദ്ദേഹം നോക്കി ദാത്തയമിന് ഒരു ദിവസം ഇലാ ദാരിഹി, അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക്, നല്ല അലങ്കൃതമായി ഉണ്ടാക്കിയ ഭവനമായിരുന്നു. അപ്പൊ ഫഅജബഹു ഹുസ്നുഹ, അതിന്റെ ഭംഗി അദ്ദേഹത്തിനെ ആശ്ചര്യപ്പെടുത്തി. സുമ്മ ബക്ക, അപ്പൊ അദ്ദേഹം കരഞ്ഞു. വക്കാല, അദ്ദേഹം പറഞ്ഞു, വല്ലാഹി, അല്ലാഹനെ തന്നെ സത്യം, ലൗലൽ മൗത്തു, അഥവാ മരണമില്ലായിരുന്നുവെങ്കിൽ ലകുന്തു ബിക മസ്റൂറ, ഞാൻ നിന്നെ കൊണ്ട് ധാരാളം സന്തോഷിക്കുമായിരുന്നു. വലൗലാ മാ നസീറു ഇലൈഹി, ഞങ്ങൾ ചെന്നെത്തുന്ന ഒരു സ്ഥലമില്ലായിരുന്നുവെങ്കിൽ, മിൻ ദീഖിൽ ഖുബൂരി, ഖബറിന്റെ ഇടുക്കത്തിനാൽ ചെന്നെത്തുന്ന അവിടെ ആ ഖബറിന്റെ ഇടുക്കം അതില്ലായിരുന്നെങ്കിൽ, ലഖറത്ത് ബിദ്ദുന്യാ അയുനുന, ദുന്യാവിന്റെ പേരിൽ ഞങ്ങളുടെ കണ്ണുകൾ കുളിർക്കുമായിരുന്നു. പക്ഷേ മരണത്തിന്റെ ചിന്ത അതിനൊന്നും നമ്മളെ സമ്മതിക്കുന്നില്ല. സുമ്മ ബുക്ക അൻ ഷദീദ, പിന്നെ അദ്ദേഹം വളരെ ശക്തമായ രൂപത്തിൽ കരഞ്ഞു. ഹത്തർത്തഫഅ സൗതു, അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നു, കരച്ചിലിന്റെ ശബ്ദം ഉയർന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.